വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള തരുവണ സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ നടപടി സ്വീകരിക്കാത്തതിൽ ജോയിന്റ് രജിസ്ട്രാർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ച. അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ തിരിമറി കണ്ടെത്തുകയും നടപടി ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു. ബാങ്ക് ജീവനക്കാരുടെ അക്കൗണ്ടിൽ വലിയ തുകയുടെ ഇടപാടുകളും അസിസ്റ്റന്റ് രജിസ്ട്രാർ കണ്ടെത്തിയിരുന്നു. എന്നാൽ മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന താക്കീതിൽ ജോയിന്റ് രജിസ്ട്രാർ നടപടി ഒതുക്കി. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുന്നു വയനാട്ടിൽ നിന്ന്. ലിനറ്റ്, കോടികളുടെ നടപടിക്രമങ്ങളാണ് ആ അക്കൗണ്ടിൽ കാണാനായത്. എന്നിട്ടും ഇത്തരത്തിലൊരു താക്കീത് മാത്രം നൽകി ഒതുക്കാനുള്ള കാരണം എന്താണെന്നാണ് മനസ്സിലാകുന്നത്? രുചീഷ് ചോദിച്ചതുപോലെ തന്നെയാണ് മറ്റാളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിയമ നടപടികൾക്കോ മറ്റെന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നടപടികളിലേക്ക് പോകാതെ ഒരു താക്കീതിൽ മാത്രം ഇത് ഒതുക്കിയത് എന്ന ആരോപണം, ചോദ്യം തന്നെയാണ് അവിടെയുള്ള ബാങ്കിലെ മറ്റ് ഈ ഒരു പണം നിക്ഷേപിച്ചവരടക്കമുള്ളവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ കൃത്യമായ ഒരു നടപടി വേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു അസിസ്റ്റന്റ് ആയിരിക്കുന്ന ഈ ഒരു രജിസ്ട്രാർ കൃത്യമായ അന്വേഷണം നടത്തുകയും ഇതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായ റിപ്പോർട്ട് നൽകിയതാണ്. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ജീവനക്കാരെ വിളിച്ചു വരുത്തി അവരുടെ മൊഴി എടുത്തിരുന്നു. പിന്നീട് ഈ ഒരു റിപ്പോർട്ടിനും മറുപടിയും ഒക്കെ തന്നെ നൽകിയത് ഈ ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ തെളിവുകളെയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടും ഇത് തെറ്റ് സംഭവിച്ചു എന്നതും ഈ റിപ്പോർട്ടിൽ വ്യക്തമാവുന്നുണ്ട്. അതേസമയം തന്നെ അവർക്ക് താക്കീത് മാത്രമാണ് ഈ ഒരു JR നൽകിയിരിക്കുന്നത്. നിലവിൽ അവർക്കെതിരെ നടപടികളൊന്നും തന്നെ എടുത്തിട്ടില്ല. നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ടതുപോലെ തന്നെ ബാങ്ക് ജീവനക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് വലിയ തുകയുടെ കോടികളുടെ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര രൂപയാണെന്നും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഈ പൈസ എവിടെ നിന്ന് വന്നു എന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ ആദ്യമേ തന്നെ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് അവിടെയുള്ള ആളുകളടക്കം പരാതി നൽകുകയും ഇത്തരത്തിൽ JRന് പരാതി നൽകിയതിനെ തുടർന്ന് ARനെ പറഞ്ഞ് ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്വേഷണത്തിൽ കൃത്യമായ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പ്രത്യേകിച്ച് അവരുടെ സേവിങ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി ജീവനക്കാർ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകുന്നു. അതേസമയം തന്നെ വായ്പ നൽകാൻ വേണ്ടി വസ്തുവകകളൊക്കെ തന്നെ നമ്മൾ വെക്കാറുണ്ട് ലോൺ എടുക്കാൻ വേണ്ടി. ഇത്തരത്തിൽ വസ്തുവകകൾ ഇതിൽ കൃത്യമായ തുകയ്ക്കുള്ള രീതിയിലുള്ള വസ്തുവല്ല വെച്ചിട്ടുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വ്യക്തമാണ്. ആളുകളുടെ പേരുകളടക്കം പറയുന്നുണ്ട്. ഈ ആളുകൾ തന്നെ ഇപ്പോൾ അവിടെ അന്ന് പ്രവർത്തിച്ചിരുന്ന ജീവനക്കാർ തന്നെയാണ് ഇപ്പോഴും ഇതേ ബാങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കൃത്യമായൊരു റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇവർക്കെതിരെ ഇതുവരെ നിലവിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഇവർക്കൊരു താക്കീത് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി തുടർന്ന് ആവർത്തിക്കരുത് എന്ന് മാത്രമാണ് ഈ ഒരു മറുപടിയിൽ നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇവർ ഈ ഒരു സ്ഥലത്ത് വീണ്ടും ജോലിയിൽ തുടരുകയാണ്. രുചീഷ്, ശരി ലിനറ്റ്, എന്തായാലും ഒരു താക്കീതിൽ മാത്രം ഈ ഒരു വലിയ സംഭവം, പ്രത്യേകിച്ച് 2.5 കോടിയോളം രൂപയൊക്കെ ജീവനക്കാരുടെ അക്കൗണ്ടിൽ പോയ ഒരു സംഭവം താക്കീതിൽ മാത്രം എങ്ങനെ ഒതുക്കി എന്ന ചോദ്യം ഇനിയും ഉയരും. എന്തായാലും കൂടുതൽ അന്വേഷണത്തിലേക്ക് ആ കാര്യങ്ങൾ പോകേണ്ടതും ഉണ്ട്.